സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന ഹോബികളെ പറ്റിയാണ്. എന്താണ് ഹോബി എന്ന് പറയുന്നത്? ഹോബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ പലതരം ഹോബികളുണ്ട്. ഇപ്പോഴും നിങ്ങൾ എന്നോട് ചോദിക്കുക എൻ്റെ ഹോബി എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഹോബിയാണ്. അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പല സമയത്തും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ള ഒന്നായിരിക്കും. ഹോബി ഇല്ല എങ്കിലും അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഹോബിക്ക് സമയം കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് റോങ്, അതിന് യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഞാനിവിടെ ബ്രിട്ടനിലെ വളരെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കുറേ ഹോബികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴേ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ശ്രദ്ധിക്കാം. ബ്രിട്ടനിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള 11 ഹോബികളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടുള്ളതാണ് ബേർഡ് വാച്ചിങ്. ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പക്ഷികളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. അതൊരു ഹോബിയാണ്. അപ്പോൾ നമുക്ക് ചില ഹോബികൾ ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ചില ഹോബികൾ നമുക്ക് കേട്ടാൽ ചിലപ്പോൾ ചിരി വരുന്ന തരത്തിലുള്ള ഹോബികളാണ്. മറ്റൊന്ന് സൈക്ലിംഗ്. അപ്പോൾ അതൊരു ഹോബിയാണ്. അപ്പോൾ നമുക്കിവിടെ ചിലർക്ക് അവിടെ ഹോബിയായിട്ട് സൈക്ലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ മിക്ക ദിവസങ്ങളിലും അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ കാറുണ്ടെങ്കിൽ പോലും കാറിൻ്റെ പുറകിൽ വെച്ച് സൈക്കിൾ കൊണ്ടുപോയി അവർ സൈക്ലിംഗ് ചെയ്യുന്നതാണ്. മറ്റൊന്നാണ് പെയിൻറ്റിങ്. പെയിൻറ്റിങ് ഒരു ഹോബിയാണ്. പിന്നെ വാച്ചിങ് TV. നമ്മുടെ മിക്കവരുടെയും ഹോബി അതായിരുന്നു. ഇപ്പോൾ മാറി നമ്മൾ ഇൻ്റർനെറ്റൊക്കെ ബ്രൗസ് ചെയ്യുന്നതൊക്കെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ സ്റ്റില്ല് അവിടെ ഒരു മെയിനായിട്ടുള്ളൊരു ഹോബി എന്ന് പറയുന്നത് വാച്ചിങ് TV ആണ്. പിന്നെ ഫിഷിങ്. അപ്പോൾ മീൻപിടുത്തം എന്നുള്ളൊരു ഹോബിയാണ്. അപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു സായിപ്പരുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത് പോയി നിന്നു, സംസാരിച്ചു. അപ്പോഴേ പുള്ളിക്കൊരു മീൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ മീനാണ്. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ പുള്ളി ഇന്ന് കൊണ്ടുപോയി അതിനെ പൊരിച്ച് കഴിക്കുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ എന്താണ് ചെയ്തത്? ചൂണ്ടയിൽ നിന്ന് ആ മീനിനെ എടുത്ത് തിരിച്ച് വെള്ളത്തിലേക്ക് വിടുന്നതാണ് കണ്ടത്. അപ്പോൾ അതൊരു ഹോബിയാണ്, അവർക്കൊരു രസമാണ്, അല്ലാതെ അതിനെ മീനിനെ പിടിച്ച് കഴിക്കുക എന്നുള്ളതൊന്നും അല്ല അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫിഷിങ് ഒരു ഹോബിയായിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ മറ്റൊന്ന് ഗാർഡനിങ്. അപ്പോൾ പലതരത്തിലുള്ള പൂക്കൾ വെച്ച് പിടിപ്പിക്കുക, അതിനെ ശുശ്രൂഷിക്കുക, അതൊക്കെ ഒരു ഹോബിയാണ്. പിന്നെ പ്ലേയിങ് ടീം സ്പോർട്സ്. ടീം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ ആളുകൾ കൂടി നിന്ന് പിന്നെ കളിക്കുന്ന കളികൾ, ഇപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, അതൊക്കെയാണ് എന്താണെന്ന് ടീം സ്പോർട്സാണ്. മറ്റൊന്ന് ഗോയിങ് ടു സിനിമ എന്ന് പറഞ്ഞാൽ അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. അതാണ് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അവർ സിനിമ കാണുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റൊന്നാണ് സ്വിമ്മിങ്. വലിയൊരു ഹോബിയാണ്. പിന്നെ മറ്റൊന്ന് നമുക്ക് വളരെ ആശ്ചര്യം തോന്നുന്നൊരു ഹോബിയാണ് ട്രെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ സ്പോട്ടിങ് എന്നുള്ളത്. അപ്പോൾ ഈ എന്താണ് അവർ ചെയ്യുന്നത് ചോദിച്ചാൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിരിക്കുക, അതല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ എയർപോർട്ടിനടുത്തൊക്കെ പോയി നിൽക്കുക, എന്നിട്ട് ഇതിനെ ഈ പ്ലെയിൻ വരുന്നതും അല്ലെങ്കിൽ ഈ ട്രെയിൻ വരുന്നതൊക്കെ നോക്കി നിൽക്കുക. അതൊരു ഹോബിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ പ്രായമായവരുടെ മെയിനായിട്ടുള്ളൊരു ഹോബിയാണ്. അവരെ നമുക്ക് ഈ റെയിൽവേ ട്രാക്കിൻ്റെയൊക്കെ അടുത്തൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അവിടെ പോയി ചുമ്മാ നിൽക്കുക, അത് എന്നിട്ട് കാണുക, അതിനുശേഷം കുറേ നേരം ഇരുന്ന് കണ്ടു, അതിനുശേഷം തിരിച്ച് വീട്ടിൽ പോകുന്നു. അതാണ് ഹോബി. അപ്പോൾ അതാണ് അവർ ചെയ്യുന്നൊരു പരിപാടി. മറ്റൊന്ന് സോഷ്യലൈസിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. അപ്പോൾ ഈ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഇടപെടുക, അപ്പോൾ അവർ പിന്നെ ഇങ്ങനെ സംസാരിക്കുക, അവർക്ക് വളരെ താല്പര്യമുള്ള ഒന്നാണ്. ചിലപ്പോൾ പാർക്കിൽ പോകുമ്പോഴായിരിക്കും, അതല്ലെങ്കിൽ ചുമ്മാ അടുത്തുള്ളവരോട് സംസാരിക്കുക. ഇതൊക്കെയാണ് സോഷ്യലൈസിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. അപ്പോൾ ഇതാണ് ബ്രിട്ടനിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഹോബികൾ. എപ്പോഴും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ ഹോബികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.